ഉദ്ധിതനായ ക്രിസ്തു, അനന്തമായ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് എന്നതാണ്. Risen Christ, assurance of everlasting presence. അതിനാധാരമായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. The Gospel according to St. Matthew, chapter 28, verses 18 to 20. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത ഒരുപാട് തക്കണം ഞങ്ങളുടെ ആയുസ്സിലൂടെ നൽകിയിരിക്കുന്ന നല്ല സാവകാശനായ നിങ്ങളുടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടല്ലോ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ദൈവിക ശബ്ദം എല്ലായ്പ്പോഴും ഞങ്ങളുടെ കാതുകളെ സ്മരിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കുന്നല്ലോ നന്ദിയോടെ സ്തോത്രം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ള കർത്താവിന്റെ പരമശബ്ദം എല്ലായ്പ്പോഴും കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലായ്പ്പോഴും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അല്പസമയം നിന്റെ വചനത്തിനുണ്ടാവുകയായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. ഏറെ ധൈര്യത്തോടുകൂടെ, ഏറെ വിശ്വാസത്തോടുകൂടെ, ദൈവകൃപയോടുകൂടെ ഞങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാനും നിന്റെ സാക്ഷികളായി ജീവിപ്പാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്നാണ് യേശുവിശിയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നത്. ദൈവത്തോടെ കേൾക്കണമേ. വിശുദ്ധ മത്തായി എഴുതുന്ന സുവിശേഷത്തിന്റെ അവസാന വാക്യങ്ങളാണ് നമ്മൾ ഏവൻഗേലിയോൻ ഭാഗമായി വായിച്ച് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഭാഗം ദ ഗ്രേറ്റ് കമ്മീഷൻ, യേശു കർത്താവ് ഏൽപ്പിക്കുന്നതായ മഹാനിയോഗം എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഭാഗമാണ്. യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം നടക്കുന്നതായ സംഭവ വികാസങ്ങൾ, യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നടക്കുന്നതായ സംഭവങ്ങൾ ഇവിടെ അവസാനമായി ഈ ഭാഗം രേഖപ്പെടുത്തുമ്പോൾ മത്തായി എന്ന സുവിശേഷകൻ അദ്ദേഹം രേഖപ്പെടുത്തുന്നു, യേശു കർത്താവ് ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷനാകുമ്പോൾ ചില ആളുകൾ വീണ്ടും സംശയിക്കുന്നു. എന്നാൽ ചില ആളുകൾ അവനെ നമസ്കരിക്കുന്നു, അവനെ ആരാധിക്കുന്നു. അപ്രകാരമുള്ളൊരു സാഹചര്യത്തിൽ യേശു കർത്താവ് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുന്നതായ വാക്കുകൾ പറയുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. യേശു കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ വലിയ ഒരു ഉറപ്പ് യേശു കർത്താവ് നൽകുന്നത് ഈ ഭാഗത്ത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്ന ഒന്നാണ് എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത്. നാം വായിക്കുന്നുണ്ട്, മോശയെ ധൈര്യപ്പെടുത്തിയ ഒരു വാക്കാണ്, യോശുവയെ ധൈര്യപ്പെടുത്തിയ ഒരു വാക്കാണ്. എല്ലാ കാലത്തും എല്ലാ വിശ്വാസികളെയും ധൈര്യപ്പെടുത്തിയ വാക്കാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നമ്മയും ഉറപ്പിക്കുന്ന ഒരു വാക്കാണ് പ്രസൻസ് എന്ന വാക്ക്, എന്റെ സാന്നിധ്യം. ഈ സാന്നിധ്യം നൽകുന്നതായ ചില ഉറപ്പുകളെ കുറിച്ച് ചില ചിന്തകൾ പങ്കുവെച്ച് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കാം. ഒന്നാമതായി, the presence that removes fear, ഭയത്തെ നീക്കിക്കളയുന്നതായ സാന്നിധ്യം, ഭയം അതിനെ നീക്കിക്കളയുന്നതായ ദൈവിക സാന്നിധ്യം.
the presence that removes fear. വേദപുസ്തകത്തിൽ യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർ ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് വായിക്കുന്ന അവർ ഭയത്തിലായിരുന്നു നമ്മൾ വായിക്കുന്നു. ഭയത്തിലായിരുന്നായ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഈ ഭയം? തങ്ങളുടെ ഗുരു ക്രൂശിക്കപ്പെട്ടു. ഇനിയും തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. പീഡനങ്ങൾ ഇനി സഹിക്കേണ്ടി വന്നേക്കാം. ഞങ്ങളുടെ ഗുരുവിന് ഇപ്രകാരമാണ് സംഭവിച്ചതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ജീവിതത്തിലും ഇനി ലഭ്യമാകാൻ പോകുന്നത് മറ്റൊന്നാകില്ല. പീഡനം, സഫറിങ്, അതിന്റെ വേദനകളൊക്കെ ഒരുപക്ഷെങ്കിൽ അനുഭവിക്കേണ്ടി വന്നേക്കാം. റിജക്ഷൻ, തള്ളിപ്പറച്ചിലിന്റെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നേക്കാം. കർത്താവ് ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ആ ഉത്തരവാദിത്തങ്ങളെ എങ്ങനെ നിറവേറ്റുവാനായിട്ട് കഴിയും? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഭാരങ്ങളും ആശങ്കകളും ഭയവും നിറഞ്ഞിരിക്കുന്നതായ ശിഷ്യഗണം. നാം വായിക്കുന്ന യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വായിക്കുമ്പോൾ പറയുന്നു, ശിഷ്യന്മാർ ഭയത്തിൽ വാതിലടച്ചിരിക്കെ യേശു കർത്താവ് അവരുടെ നടുവിൽ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുക. ഭയത്തിലായിരിക്കുന്നതായ ശിഷ്യഗണത്തിന് നൽകുന്നതായ വലിയൊരു സന്ദേശമാണ് നിങ്ങൾക്ക് സമാധാനം. ഇനി ഭയമല്ല ആവശ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിറഞ്ഞു നിൽക്കേണ്ടത് സമാധാനമാണ്. കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്ദേശം ജീവിതത്തിൽ ലഭ്യമാക്കി കഴിയുമ്പോൾ അവർ മനസ്സിലാക്കുന്നു, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഭയമല്ല, മറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി സമാധാനം നിറയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഒരുപക്ഷെങ്കിൽ പലതരത്തിലുള്ള ഭയത്തോടുകൂടെ ആശങ്കകളോടുകൂടെ ഇന്ന് ആരാധനയെ സംബന്ധിക്കുന്ന ആളുകൾ ഉണ്ടായ നാളെ എന്തായിത്തീരും, എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്തായിത്തീരും, മക്കളുടെ ഭാവി എന്തായിത്തീരും, എന്റെ ജോലി എന്തായിത്തീരും, സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എന്തായിത്തീരും. പലതരത്തിലുള്ള ആശങ്കകളും ഭയത്തിന്റെ അനുഭവങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നെങ്കിൽ ഇവിടെ കർത്താവ് നമ്മോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. കൊണ്ട് ഭയമല്ല, സമാധാനമാണ് ആവശ്യമായത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ഭയത്തെ നീക്കിക്കളയുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിലെ ആശങ്കകളൊക്കെ കർത്താവിന്റെ സാന്നിധ്യത്താൽ ദൂരീകരിക്കപ്പെടും. ഇവിടെ 18ാമത്തെ ഭാഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇനി ഭൂമിയിലുള്ള ഒന്നിനും നമ്മളുടെ മേൽ യാതൊരു വിധമായ അധികാരവുമില്ല. കാരണം എല്ലാറ്റിനും മേൽ അധികാരമുള്ള കർത്താവ് നമ്മോട് കൂടെ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതായ കർത്താവിന്റെ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിന്റെ ഭയത്തെ നീക്കിക്കളയുന്ന, അതുകൊണ്ട് ഭയത്തിലായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് കർത്താവിന്റെ സമാധാനത്താൽ നിറയപ്പെട്ട് ഇന്നിവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ നമുക്ക് സാധ്യമായി തീരണം. അതുകൊണ്ട് ഒന്നിനും ഇനി നമ്മുടെ മേൽ അധികാരമില്ല. ഏറ്റവും വലിയ ശത്രുവായ മരണത്തിന് പോലും നമ്മുടെ മേൽ ഇനി അധികാരം. പാപത്തിന് ഇനി അധികാരമില്ല, സാത്താനിന് അധികാരമില്ല, മരണത്തിന് ഇനി അധികാരം. നമ്മുടെ മേൽ ഇനി ഒന്നിനും അധികാരമില്ല. കാരണം കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അവന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉള്ളതുകൊണ്ട്, അവൻ ഞങ്ങളോടുകൂടെ ഉള്ളതുകൊണ്ട് ഇനി ഭയത്തിന് സ്ഥാനമില്ല. ശിഷ്യന്മാർ ഒരിക്കൽ പടകിൽ ഉറങ്ങുകയാണ്. കാറ്റും തിരമാലകളും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്. കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവിശ്വാസികൾ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? അമരത്ത് കർത്താവ്, ഈ പടകിന്റെ അമരത്ത് കർത്താവ്. അതുകൊണ്ട് തിരമാലകളും കാറ്റും കൊടുങ്കാറ്റും പ്രളയവും ഒക്കെ ജീവിതത്തിൽ വന്നു ഭവിക്കും. നമ്മളുടെ പടകുകൾ ചിലപ്പോൾ ആടി ഉലഞ്ഞു എന്ന് വന്നേക്കാം. നമ്മുടെ കയ്യിൽ ഇതിന്റെ കൺട്രോൾ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മൾ കരുതിയേക്കാം. എന്നാൽ സകലത്തിന്റെ മേലും കൺട്രോളുള്ള
സകലത്തിന്റെ മേലും അധികാരമുള്ള അതോറിറ്റിയുള്ള കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്ന പൂർണ്ണമായ ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഉണ്ടാകുന്ന ഭയത്തെ അവൻ മാറ്റുന്നവനാണ്. തന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ ഇനി ഭയത്തിന് സ്ഥാനമില്ല. രണ്ടാമത് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു the presence that equips us for mission. ദൗത്യത്തിനായി നമ്മെ സജ്ജീകരിക്കുന്ന ശക്തമാക്കുന്നതായ ദൈവിക സാന്നിധ്യം. The presence that equips us for mission. ഇവിടെ ഈ ശിഷ്യഗണത്തോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതൊക്കെയും ഉപദേശിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും എന്നുള്ള വലിയൊരു അർത്ഥപ്പാട്. സകല ജാതി ശിഷ്യരാക്കും. എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? എന്താണ് നിങ്ങളെ പഠിപ്പിച്ചത്? അത് ഉപദേശിക്കും. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ഒരു കമ്മീഷനിങ് ആണ്, നിയോഗം ഏൽപ്പിച്ച് അയക്കുകയാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ എന്തിനാണ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് എന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും അവൻ 12 പേരെ നിയമിച്ചു എന്നാണ്. തന്നോടുകൂടെ ഇരിക്കുക, പ്രസംഗിക്കേണ്ടതിന് അയക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ച് ശിഷ്യന്മാരെ എടുക്കുകയാണ്. നമുക്കറിയാം, യേശു കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ്? യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് യേശു കർത്താവിന്റെ ദൗത്യം ശിഷ്യഗണത്തിലൂടെ തുടരുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് തന്റെ ദൗത്യം? യേശു കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത്, നസ്രയത്തിൽ ഒരിക്കൽ യേശു കർത്താവ് എഴുന്നേറ്റ് നിന്ന് ന്യായപ്രമാണ പുസ്തകം എടുത്ത് വായിക്കുന്ന ഒരു രംഗം ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട് 4-ാമത്തെ അധ്യായത്തിൽ. അതിനെക്കുറിച്ച് പറയുന്നത് നസ്രയത്ത് മാനിഫെസ്റ്റോ എന്നാണ്. നസ്രയത്തിലെ ഒരു പ്രകടന പത്രികയിൽ തന്റെ ദൗത്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് യേശു കർത്താവ് എടുത്ത് വായിക്കുകയാണ്. അവിടെ യേശു കർത്താവ് ന്യായപ്രമാണ പുസ്തകം എടുത്ത് തുറന്നു വെച്ച് വായിക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയെ പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചേൽപ്പാനും കർത്താവിന്റെ പ്രസാദഘോഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കും. ഇതാണ് തന്റെ ദൗത്യം. ഈ ദൗത്യം തുടരുന്നതിനായി യേശു കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുകയാണ്. ഇന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതും ഇതേ ദൗത്യത്തിന്റെ തുടർച്ച തന്നെയാണ്. അതുകൊണ്ട് ഒരു മിഷൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സഭയെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഒരു മിഷനാണ്. ഈ ലോകത്തിൽ സകല ജാതികളോട് നിങ്ങൾ സുവിശേഷം അറിയിക്കുക. എന്റെ ശിഷ്യഗണത്തിലേക്ക് കൂടുതൽ ആളുകളെ നിങ്ങൾ ചേർത്തുകൊള്ളുക. നിങ്ങൾ പുറപ്പെടുക. അതുകൊണ്ട് കർത്താവ് ഒരിക്കലും നമ്മൾ വെറുതെ ഇരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ശിഷ്യന്മാരെ വിളിച്ചതുപോലും എന്തിനാണ്? കർത്താവ് വിളിക്കുന്നു. എന്തിനു വേണ്ടി വിളിച്ചു? അയക്കുന്നതിനായി വിളിച്ചു എന്നാണ്. കർത്താവ് വിളിക്കുന്നത് അയക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ അപ്പോസ്തലർ എന്നുള്ളൊരു വാക്ക് നമുക്കറിയാം, അല്ലെങ്കിൽ സ്ലീഹോ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ നമുക്ക് പരിചയമുള്ള വാക്കുകളാണ്. അതിന്റെ അർത്ഥം അയക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോസ്തലൻസ് എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവരാണ്, അയക്കപ്പെട്ടതായ ആളുകളാണ്. സ്ലീഹന്മാർ അയക്കപ്പെട്ടതായ ആളുകളാണ്. അതുകൊണ്ട് കർത്താവ് വിളിച്ചു. കർത്താവ് എന്തിനു വേണ്ടി വിളിച്ചു? കർത്താവ് അയക്കുന്നതിനായി വിളിച്ചു. അതുകൊണ്ട് എന്തിനും നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു. ഒരുമിച്ച് കൂടി വന്നിട്ട് കർത്താവ് വീണ്ടും നമ്മളെ അയക്കുകയാണ്. ഇവിടുന്ന് അയക്കുകയാണ്. ലോകത്തിൽ നിങ്ങൾ എന്റെ സാക്ഷികൾ ആകുക. ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി വരുന്ന ആളുകൾ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്, ലോകത്തിൽ കർത്താവിന്റെ സാക്ഷികൾ ആകുന്നതിന് വേണ്ടി. പറഞ്ഞ ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകരാണ്. നമ്മളെല്ലാവരും സുവിശേഷകരാണ്. നമ്മൾ സുവിശേഷകരാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. കൊണ്ട് കർത്താവ്
അയക്കുകയാണ്. ഈ ശിഷ്യഗണത്തെ അയക്കുന്നു. അയക്കുക മാത്രമല്ല, അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ അയക്കുക മാത്രമല്ല, ഈ അയക്കപ്പെടുന്ന ആളുകളോട് കൂടെ എന്റെ സാന്നിധ്യമുണ്ട്. ഒരെണ്ണം തിരുന്നുകൊണ്ട് അയക്കുക മാത്രമല്ല, ഈ അയക്കപ്പെട്ട ആളുകളോടുകൂടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് സുവിശേഷകരായി ഈ മൈലമ്പ്രായുടെ പ്രദേശങ്ങളിൽ വിവിധ ഇടങ്ങളിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി തിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ഈ ദൗത്യത്തിൽ നിങ്ങൾ സാക്ഷികളായി തീരുന്ന ഈ ദൗത്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ. അതുകൊണ്ട് ലോകമെമ്പാട് സുവിശേഷം അറിയിക്കുന്നതായ ആളുകളുടെ ധൈര്യം എന്താ? എന്തുകൊണ്ടാണ് ധൈര്യത്തോടെ സുവിശേഷം അറിയിക്കുന്നത്? അവർ ധൈര്യത്തോട് പറയും, കർത്താവിന്റെ സാന്നിധ്യം കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. അവൻ അയക്കുന്നവൻ മാത്രമല്ല, കൂടെ ഇരിക്കുന്നവൻ. അവൻ കൂടെ ഇരുന്ന് ശക്തീകരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് ഒരു സാക്ഷിയായി തീരുവാനായിട്ട് കഴിയുക? എങ്ങനെയാണ് കർത്താവിന്റെ ഒരു ഉത്തമ സാക്ഷിയായി ശിഷ്യനായി എനിക്ക് ജീവിക്കാനായിട്ട് കഴിയുക? അവന്റെ സാന്നിധ്യം എന്നെ ശക്തീകരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അവന്റെ സാന്നിധ്യം കൂടെ ഉള്ളതുകൊണ്ട് ഈ സാന്നിധ്യത്താലാണ് ഞാൻ ശക്തീകരിക്കപ്പെട്ട് കർത്താവിന്റെ സാക്ഷിയായി തീരുന്നത്. മൂന്നാമതായി ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നു, the presence that remains forever. സദാകാലവും നിലനിൽക്കുന്നതായ സാന്നിധ്യം. The presence that remains forever. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. അപ്പോൾ എന്ന് കൂടെ ഉണ്ടാകും എന്നാണ്, എപ്പോൾ കൂടെ ഉണ്ടാകും എന്നാണ്. ഏത് സാഹചര്യത്തിലായാലും ഏത് അനുഭവത്തിലായാലും കൂടെ ഇരിക്കുന്ന കർത്താവിനെ കുറിച്ചാണ്. നമ്മോട് കൂടെ ഇരിക്കാമെന്ന് പറയുന്നതായ അനേക ആളുകളുണ്ട്, അല്ലെ? ഞാൻ എപ്പോഴും കാണും എന്ന് പറയുന്നതായ ആളുകളൊക്കെ നമുക്കുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ ഒരു പ്രയാസത്തിന്റെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ എത്ര പേർ കാണും എന്നുള്ളത് അപ്പോൾ അറിയാൻ. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ താങ്ങാൻ കഴിയാതെ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ മാറിയേ, നമ്മുടെ സ്നേഹിതർ, ബന്ധുക്കൾ എന്ന് കരുതുന്നതായ ആളുകൾ ഒരുപക്ഷെ നമ്മെ കൈവിടുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചേ. ചില ആളുകൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്നതായ ആളുകൾ ഒരുപക്ഷെങ്കിൽ മരണത്താൽ മാറ്റപ്പെട്ടെ. പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ നമ്മെ കൈവിടുന്നതായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചേ. സ്നേഹിതന്മാർ, ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ ഒക്കെ നമ്മെ കൈവിടുന്നതായ അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചേ. എല്ലാത്തിനും ഒരു ലിമിറ്റ് എല്ലാവരും വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ എന്നെ കൊണ്ട് താങ്ങുന്നതിന് അപ്പുറമായി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്ന് ഭവിച്ചേ. എന്നാൽ കർത്താവ് പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും അവസരങ്ങൾ, നമ്മളുടെ രോഗത്തിന്റെയും സൗഖ്യത്തിന്റെയും അനുഭവങ്ങൾ, സമ്പത്തുള്ളപ്പോഴും സമ്പത്ത് ഇല്ലാത്തപ്പോഴും, ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും, നമുക്ക് ജീവൻ ഉള്ളപ്പോഴും നമ്മളുടെ ജീവൻ ഈ ലോകത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും, ഏത് അനുഭവങ്ങളിലും കർത്താവ് പറഞ്ഞു, ഞാൻ സദാകാലവും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് നിത്യതയെ കുറിച്ചുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലുള്ള ആളുകൾ എത്ര നാളുണ്ടാകും? കർത്താവ് പറഞ്ഞതല്ല, ഞാൻ എല്ലായ്പ്പോഴും കൂടെ ഉണ്ട്. നിനക്ക് ജീവൻ ഉള്ളപ്പോഴും നിന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എന്തായാലും ഏത് സാഹചര്യമായാലും ഞാൻ ലോകാവസാനത്തോളം എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എന്നതാണ്. അതുകൊണ്ട് മരണത്താൽ ഈ ബന്ധത്തെ ഒന്നും മാറ്റുവാനായിട്ട് കഴിയില്ല. മരണത്താൽ പോലും മാറ്റുവാൻ കഴിയാത്തതായ ഒരു ബന്ധത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. സദാകാലവും നിലനിൽക്കുന്നതായ ഒരു ദൈവിക സാന്നിധ്യത്തെ കുറിച്ചുള്ള വലിയ ഒരു ഉറപ്പാണ്. The presence that remains forever. എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതായ ഒരു ദൈവിക സാന്നിധ്യത്തെ കുറിച്ച്.
ഈ കർത്താവ് കൂടെയുണ്ട് എന്ന ഉറപ്പും ധൈര്യവും നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യം. അവൻ കൂടെയുണ്ട്. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് ഒരു യാഥാർത്ഥ്യമായി തീരുന്നത്, നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീരുന്നത് കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് എന്നേക്കും നിലനിൽക്കുന്ന ഒരു ബന്ധത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ കൈവിടുന്നവനല്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നവനല്ല. അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തതായ വലിയൊരു സ്നേഹത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. എല്ലായ്പ്പോഴും കൂടെ ഇരിക്കുന്നതായ വലിയ ഒരു സ്നേഹം. ഈ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് സമാധാനം നൽകുന്നതായ അനുഭവമാണ്. സമാധാനത്തിന് നമ്മൾ നൽകുന്ന ഷാലോം എന്നൊരു പദം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഷാലോം സമാധാനം. ശാലേ പള്ളിയുടെ പേര് സമാധാനം എന്ന് പറയാം. ഷാലോം സമാധാനം. ഷാലോം ഒരിക്കലും പ്രശ്നങ്ങളില്ലാത്ത ഒരു അനുഭവത്തെ കുറിച്ചല്ല പറയുന്നത്. ഷാലോം ജീവിതത്തിൽ ഒരിക്കലും പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന അർത്ഥത്തിലുമല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അതിന്റെ മധ്യത്തിൽ നാം അനുഭവിക്കുന്ന ദൈവിക കൃപയുടെ സമാധാനത്തിന്റെ പേരാണ് ഷാലോം. അതുകൊണ്ട് പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, തിരമാലകൾ, കാറ്റും കോളുമെല്ലാം ഉയരുന്നതായ സാഹചര്യത്തിൽ നമ്മുടെ പടകിന്റെ അമരത്ത് കർത്താവുണ്ട് എന്ന തിരിച്ചറിവാണ് ഷാലോം. അതുകൊണ്ട് ചുറ്റുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അത് നമ്മെ തള്ളി മറിച്ചിടുമെന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തോന്നലുകളൊക്കെ ഉണ്ടാകുമ്പോഴും നാം കർത്താവിൽ മുറുകെ പിടിച്ചിരിക്കുന്നതായ ആശ്രയത്തിൽ നമുക്ക് ലഭ്യമായി തീരുന്ന ആ ദൈവിക കരുണയുടെ, കൃപയുടെ, ശാന്തതയുടെ പേരാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ സമാധാനത്താലെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാകും. ചുറ്റുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ സമാധാനത്താലെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാകും. അതുകൊണ്ട് ഈ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിന്റെ ഭയങ്ങളെ, ആശങ്കകളെ, നമ്മളുടെ ചിന്തകളെ, വ്യാകുലതകളൊക്കെ അകറ്റുന്നതായ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം നമ്മളുടെ ദൗത്യത്തിനായി നമ്മെ ശക്തീകരിക്കുന്ന സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം സദാകാലത്തേക്ക് നിത്യതയോ നമ്മുടെ കൂടെ ഇരിക്കുന്നതായ വലിയ ഒരു സാന്നിധ്യമാണ്. കർത്താവിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും മനസ്സിലാക്കുവാനും കൂടെ ഇരിക്കുന്നതായ ദൈവത്തിന്റെ വലിയ കരുതലും സ്നേഹവും തിരിച്ചറിയുവാനും ദൈവകൃപയോടുകൂടെ സമാധാനത്താലെ ജീവിപ്പാനും പിതാവ് തന്റെ സഹായമായ ത്രയേകയും നമ്മോരോരുത്തരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.